ശിവം, ശിവൻ. നമുക്കിന്ന് ശിവം എന്ന സങ്കല്പം, അതിനെപ്പറ്റി ഒന്ന് പരാമർശിച്ചു പോകാം. ശിവ എന്നുള്ള വാക്ക് മൂന്നായിട്ട് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഷ, ഈ, വ എന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിൽ ഷ എന്താണ്? ശരീരം എന്നാണ്. ശരീരം, ബോഡി. ഈ എന്ന് പറയുന്നത് ഈശ്വരി, ലൈഫ് ഗിവിംഗ് എനർജി, ലൈഫ് ഫോഴ്സ്, കുണ്ടലിനി, എന്ത് വേണമെങ്കിലും വിളിക്കും. വാ സ്റ്റാൻഡ്സ് ഫോർ വായു, പ്രാണൻ. ഇതാണ് ശിവ എന്നുള്ള വാക്കിനെ നമ്മൾ ഡിസൈഫർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ എന്ന് പറയുന്നത് ഒരു ബോഡി വിത്ത് ലൈഫ് ആൻഡ് മോഷൻ എന്ന് വേണേൽ പറയാം. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ എന്ന് പറയുന്ന ഒരു ഈശ്വരി റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, മാറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ശവം ആയി മാറും. ശവ, ലൈഫ്ലെസ് ബോഡി. അപ്പൊ ശിവന് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ശിവ ഈസ് ആക്റ്റീവ് വിത്ത് ഈശ്വരി. ഈശ്വരി ഇല്ലാതെ ശിവൻ ആക്റ്റീവ് അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നൊരു നിർവചനം, ശിവൻ എന്ന് പറയുന്നത് ഓസ്പീഷ്യസ് ആണ്. ശിവൻ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യലാണ്. ശിവൻ എന്ന് പറയുന്നത് ലൈഫ് തന്നെയാണ്. ശിവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രപഞ്ച കോൺഷ്യസ്നസ് എന്ന് പറയും, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. ഈ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ റിയലൈസ് ചെയ്യുന്നവൻ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ആനന്ദം, പരമാനന്ദം എന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരാം. ഇതാണ് ബേസിക് ശിവതത്വത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ. കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് വരുവാണ്. ശിവൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും ശിവതത്വത്തിൽ അധിഷ്ഠിതമാണ്. ഇവൻ ഒരു ഫോമില്ല, ഒരു രൂപമില്ല, ഒരാള് പോലല്ല. ആളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാം. നമ്മളിലൂടെ ശിവൻ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു നീഡുണ്ടെങ്കിൽ അവിടെ ശിവൻ ഫോം ആവുകയാണ്, ഒരു രൂപം എടുക്കുകയാണ് അവിടെ. അതൊരു സ്ഥലത്ത് പർട്ടിക്കുലറായിട്ട് ഇരിക്കുന്നു എന്നല്ല, സർവവ്യാപിയാണ്. യൂണിവേഴ്സ് മുഴുവൻ ലയിച്ചു നിൽക്കുന്ന ഒരു കോൺഷ്യസ്നെസ് ആണ് ശിവം എന്ന് പറയുന്നത്. എൻറ്റയർ യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ എല്ലാ ആറ്റത്തിലും ശിവനുണ്ട്. നമ്മളുടെ ഡിവിനിറ്റി എന്ന് പറയത്തില്ലേ, ഡിവിനിറ്റിയുടെ ഒരു ഇൻഫിനിറ്റ്, ഡിവിനിറ്റിയുടെ ഒരു അന്തമില്ലാത്ത, ആദിയും അന്തവുമില്ലാത്ത ഒരു ഫോമിനെയാണ് ശിവൻ എന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ശിവൻ എന്ന് പറയുന്ന ഒരു തത്വമാണ്. എല്ലാ കാര്യങ്ങളും ആ ശിവൻ എന്ന് പറയുന്ന തത്വത്തിൽ സസ്റ്റെയിൻഡ് ആണ്. അതിനകത്ത് തന്നെ അത് അലിഞ്ഞു ചേരുകയും ചെയ്യും. അതൊരു സ്പേസ് ആണ്, അതൊരു കോൺഷ്യസ്നെസ്സുമാണ്. അപ്പൊ ശിവൻ എന്ന് പറയുന്ന ഒരു ലിമിറ്റിന് പുറത്തായിട്ട് നമുക്ക് പോകാനുള്ള ഒരു ചാൻസേ അവിടെ വരുന്നില്ല. വി ആർ ഓൾ ഇൻ ശിവതത്വം. നമ്മളുടെ ഈ ക്രിയേഷന്റെ എല്ലാത്തിന്റെയും ഒരു ഹയസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത് തന്നെയാണ് ശിവം. അതുകൊണ്ടാണ് ശിവന്റെ ബോഡി നമ്മൾ ബ്ലൂ കളറിൽ കാണിക്കുന്നത്. ഇറ്റ് സിഗ്നിഫൈസ് ദ സ്കൈ, ഓൾ പ്രൊവൈഡിങ്, നോ ലിമിറ്റ്സ്, നോ ഷേപ്പ്, ആദിയില്ല, അന്തമില്ല. എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും പറ്റിയിട്ടില്ല. പിന്നെ 3 സ്റ്റേജാണ് ബേസിക്കലി പറയുന്നത് ശിവതത്വം. അരൂപം, വിത്തൗട്ട് ഫോം; രൂപ, അരൂപ, എമേർജിങ് ഫ്രം ദ, ഇതാണ് ഞാൻ പറഞ്ഞത്, എമേർജിങ് ഫ്രം ദ ഫോംലെസ്. നിങ്ങൾക്ക് എവിടെയാണ് ഒരു പർപ്പസ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യും. ഒരു കുട്ടിച്ചാത്തനായിട്ടോ, ഒരു അയ്യപ്പനായിട്ടോ, ഒരു ദക്ഷിണമൂർത്തിയായിട്ടോ അവിടെ ഫോം ചെയ്യും. അതാണ് എമേർജിങ് ഫ്രം ദ ഫോംലെസ്, രൂപ, അരൂപ. പിന്നെ വന്നിട്ടുള്ളത് സ്വരൂപ, വിത്ത് ഫോം ബിഫോർ ക്രിയേഷൻ. വിത്ത് ഫോം ബിഫോർ ക്രിയേഷൻ. ക്രിയേഷനൊക്കെ മുമ്പ് ഒരു ഫോമുണ്ട്. അതിനെയാണ് വായുരൂപം എന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, ചിദംബര രഹസ്യം എന്നൊക്കെ വിളിക്കുന്നത്. അതൊരു വായു തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒരു ഫോം. പിന്നെ ഞാൻ കോൺഷ്യസ്നെസിന്റെയും ബ്ലിസ്സിന്റെയും കാര്യം പറഞ്ഞല്ലോ. അത് ഈ ശിവതത്വത്തിലുള്ള ആൾക്കാരില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരുടെ കോൺഷ്യസ്നെസ്, ഞാനിപ്പം ഒരു വൈഷ്ണവിസവും ശൈവിസവുമായിട്ടുള്ള കമ്പാരിസൺ അല്ല അവിടെ നടത്തുന്നത്. ശിവതത്വത്തിലുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ആ ഒരു ബ്ലിസ് എന്ന് പറയുന്നത്, ആ ഒരു ആനന്ദം എന്ന് പറയുന്നത്, അത് ഈ ഒരു ഔട്ട് ഓഫ് ബോഡി ലെവലിലുള്ള അവർക്ക്, പിന്നെ ഇപ്പൊ ഒരു കമ്പനിയുടെ സിഇഒ ആണെന്നോ ഒരു പ്രധാനമന്ത്രി ആണെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല അവർക്ക്. അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അങ്ങനെയുള്ള സിദ്ധ സന്യാസിമാര്, അവർ വാടാ പോടാ, ഈ പൊളിറ്റിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളല്ല അവർ യൂസ് ചെയ്യും. സിദ്ധന്മാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർക്ക് എല്ലാം ശിവമാണ്, എല്ലാം ശിവമയമാണ്. ശിവനെ വരെ വാടാ പോടാന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിലാണ് ശിവനിധി. അവരാണ് ശിവൻ. അവര് ശിവനായി മാറുകയാണ്. അപ്പം എൻറ്റയർ നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഋതമാണ്. ഋതം, അതായത് പൾസർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി, ടെലിസ്കോപ്പ് വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഹോൾ പോലത്തെ ഒരു സ്ഥലമാണ്. അതിന്റെ ഋതം നമ്മളുടെ ഈ ഇത് ഘട്ടത്തില്ലേ, എന്തു പറയുന്നത്, ശിവന്റെ ഡമരു, അതിന്റെ എക്സാക്ട് സൗണ്ട് ആയിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ ഈ ഋതം എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ഋതം എന്ന് പറയുന്നതാണ് ഈ ഫോംലെസ് ശിവ, യൂണിവേഴ്സൽ ഋതം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ് ആണെന്ന് പറഞ്ഞു: അരൂപ, രൂപ, അരൂപ, സരൂപ. അപ്പൊ യൂണിവേഴ്സൽ ഋതവും മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്നസെൻസ്, ബ്ലിസ്ഫുൾ ഇന്നസെൻസും സ്പിരിച്വൽ ഇന്റലിജൻസും, ഇതിന്റെ എല്ലാം ഒരു കോ റിലേഷൻ ആണ് ശിവതത്വം. ശിവൻ എന്ന് പറയുമ്പോൾ
അതായത് ഒരു 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 സോൾ, ഒരു ആത്മാവ്. ആത്മാവെന്ന് പറയുന്ന ശിവൻ തന്നെയാണ്. ശിവനും ആത്മാവും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. ശിവന്റെ ഒരു ഭാഗമാണ് ആത്മനായിട്ട് ഫോമായി വരുന്നത്. അതിപ്പം നല്ല ആത്മാക്കൾ, ചീത്ത ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഓരോ 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 ആ, കാർമ്മികമായിട്ടുള്ള അവസ്ഥകൾ. നിങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക, ശിവന്റെ മുമ്പിൽ പിശാചി, ഡാകിനി, ദേവന്മാര് ഇവരെല്ലാം സമത്വമാണ് ശിവന്റെ മുമ്പിൽ. അവിടെ ആർക്ക് വേണേലും കഴിച്ചു, ആർക്ക് വേണേലും ശിവനെ പ്രാർത്ഥിക്കും. അതാണ് ആ ഒരു യൂണിവേഴ്സൽ ഇന്റലിജന്റ് കോൺഷ്യസ്നെസിന്റെ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ശിവന്റെ ആ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രസന്റ് ആണ്. അതൊരു എനർജി ഫീൽഡാണ്. അത് എവിടെ തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല, എവിടെ എൻഡ് ചെയ്തെന്ന് ആർക്കും അറിയില്ല, എവിടെ ഉത്ഭവിച്ചു എന്നറിയില്ല, ആര് ക്രിയേറ്റ് ചെയ്തു എന്നും അറിയത്തില്ല. നോ എൻഡ്. അതിനെയാണ് ഇറ്റേണൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നാലാമത്തെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, തുരീയാവസ്ഥ എന്ന് പറയും. ഇത് മെഡിറ്റേറ്റീവ്, നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ആ ഒരു അവസ്ഥയെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. പല സ്റ്റേജുകളുണ്ട്. വേക്കിംഗ് സ്റ്റേജ് ഉണ്ട്, സ്ലീപ്പിംഗ് സ്റ്റേജ് ഉണ്ട്, ഡ്രീമിംഗ് സ്റ്റേജ്. അതിൽ ഈ ഡ്രീമിംഗ് സ്റ്റേജിന്റെയും സ്ലീപ്പിംഗ് സ്റ്റേജിന്റെ ഇടയ്ക്ക് ഉള്ള അവസ്ഥകൾ നമുക്ക് മെഡിറ്റേറ്റീവ്നെസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ തുര്യാതീതം, അങ്ങനെ അതിന്റെ പല പല അവസ്ഥകളുണ്ട്. അത് തന്നെയാണ് ഈ ശിവ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോ ഇവിടെ നിർത്തുന്നു. അടുത്തതില് എങ്ങനെ ശിവനെ അറിയാം എന്നുള്ള കൺസെപ്റ്റിനെ നമുക്ക് അടുത്ത പ്രാവശ്യം പരാമർശിച്ചു പോവാം. നമഃ ശിവായ.